ഹലോ, വെൽക്കം ബാക്ക് ടു എസ് ക്രിയേഷൻസ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ടെറസിൽ ഞാൻ നട്ടു വളർത്തിയ ബീൻസിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കൂട്ടുകാരെ, ഞാനിവിടെ ബീൻസ് നടുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന വിത്തുകൾ നമ്മൾ കറി വെക്കുന്നതിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ബീൻസിനകത്തുനിന്ന് മൂത്ത വിത്ത് നോക്കി എടുത്ത് ഒന്ന് ഉണക്കിയെടുത്തതാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബീൻസ് നട്ട് നോക്കിയത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത ബീൻസാണ്, നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. അതാണ് എടുത്ത് 1 മണിക്കൂറോളം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചു. അതിന് ശേഷമാണ് നട്ടത്. കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തെടുത്ത മണ്ണാണ് നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ച് കൊടുത്തിരിക്കുന്നത്. മൾട്ടിപർപ്പസ് കമ്പോസ്റ്റ്, മണ്ണ്, ഒപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ചാണകപ്പൊടി ഉണ്ടായിരുന്നു, അതുകൂടി മിക്സ് ചെയ്തെടുത്തതാണ്. അതാണ് ഗ്രോ ബാഗിൽ നിറച്ച് കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വിത്തുകൾ ഇങ്ങനെ പാകി കൊടുത്താൽ 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് കിളിർത്ത് വരും. ഒരു ഗ്രോ ബാഗിൽ നമുക്ക് 3 വിത്തെങ്കിലും നടാവുന്നതാണ്. കാരണം ഇത് കുറ്റിയായിട്ടാണ് വളരുന്നത്. കുറ്റി ബീൻസാണ്. അതുകൊണ്ട് ഒരുപാട് സ്ഥലമൊന്നും ആവശ്യമില്ല. നമുക്കിതുപോലെ നടാവുന്നതേ ഉള്ളൂ. ഇതാ നമ്മുടെ വിത്തുകളൊക്കെ കിളിർത്തിട്ടുണ്ട്. ബീൻസിൻ്റെ വിത്ത് പാകിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് വിളവെടുക്കാൻ സാധിക്കും. അപ്പോഴേക്കും ഇത് വളർന്ന് നല്ല രീതിയിൽ കായ്കളൊക്കെ ആയി കിട്ടും. വേണമെങ്കിൽ നമുക്കിത് ഇടവിളയായിട്ടും ചെയ്യാം. ഞാനിതാ ഇവിടെ ഒരു പാവലിൻ്റെ സൈഡിൽ നട്ടിരിക്കുന്നതാണ്. ഇതാ നല്ല രീതിയിൽ വളർന്ന് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ബീൻസിൽ ഉണ്ടായ പൂക്കളെല്ലാം തന്നെ കായ്കളായിട്ട് മാറിയിട്ടുണ്ട്. അധികം പൂവൊഴിച്ചിലൊന്നും കാണാനില്ല. പൂവൊഴിച്ചിലില്ല എന്ന് തന്നെ വേണം പറയാൻ. എല്ലാം തന്നെ കായ്കളായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വളർത്താൻ വളരെ എളുപ്പമാണ്. ഇതിന് ഞാൻ കൊടുത്ത വളം ഫിഷ് ആസിഡാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് വളമാണോ ഉള്ളത് അത് കൊടുക്കാവുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഇത് വളർത്താൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.